ഞാനൊരു 4 മണി പലഹാരത്തിന് വേണ്ടി ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ചായ അടുപ്പ് വെച്ചതിന് ശേഷം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ദോശ. അതിന് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നുള്ള് ഉപ്പിട്ടു. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. വെള്ളം സകല കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. സകലം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ കട്ട അടക്കണേ. കട്ട ഉണ്ടാവാൻ പാടില്ല. സകലം കൂടെ വെള്ളം വേണം. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ ദോശയ്ക്ക് മാവ് എടുക്കില്ലേ, അതേ പരുവത്തിലാണ്. ദോശയ്ക്ക് തന്നെയാണ്. പക്ഷെ കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ, ബാലവാടി വിട്ട് വരുമ്പോഴും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടത് കുറച്ച് ചെറിയ ജീരകം, പഞ്ചസാര പാകത്തിന് എന്ന് പറഞ്ഞാൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഞാനിവിടെ ഒരു 3.5 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇട്ട് വെക്കാം. പഞ്ചസാരയും തേങ്ങയും ജീരകവും കുഴച്ചെടുക്കാം. അപ്പം അതിന് ദോശച്ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം എണ്ണ തുടച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നേർത്ത് പരത്തിയെടുക്കാം. ഞാൻ മൂടി കൊടുക്കാം. തുറക്കാം. ഒന്ന് മറിച്ചിടാം. കനം കുറഞ്ഞ് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എത്ര നൈസായാലും നമുക്കത് എടുക്കാൻ കിട്ടും. എന്ന് വെച്ചാൽ മൈദയാണല്ലോ. അപ്പം അതിൻ്റെ മറുവശം കൂടെ ഒന്നാവണം. അപ്പം മറുവശം ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതേപോലെ ഇതുണ്ടല്ലേ, ഇതേപോലെ നല്ലതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയും തേങ്ങയും ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു സൈഡിലാണ് ഇടുന്നത്. തേങ്ങയും പഞ്ചസാരയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇടാം. അത് ഓരോരുത്തരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇടാം. എന്തായാലും ഞാൻ നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും ചെറുജീരകവും കുഴച്ചതാണ്. ഇനി നമ്മൾ ഈ തല മടക്കി കൊടുക്കും. രണ്ട് സെക്കൻഡ് ഇവിടെ ഇരിക്കട്ടെ. ഇനി മറിച്ചിടണമെന്നൊന്നുമില്ല. 2 സെക്കൻഡ് ഒന്ന് ആവി കയറിയാൽ മതി. എല്ലാ വശവും നല്ലപോലെ വെന്തതാണ്. ആ തേങ്ങയ്ക്ക് വേണ്ടി ഒന്ന് ആവി കയറിയാൽ മതി. പിന്നെ എടുക്കാം, പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതേപോലെ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ചുട്ടിട്ട് കാണിച്ചു തരാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീടൊക്കെ ഒഴിക്കാൻ. അതായത് ചട്ടി നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് നിരത്തുമ്പോഴേ നമ്മുടെ തവിയുടെ കൂട്ടത്തിൽ ഉരുണ്ട് കൂടും. അപ്പോൾ കുറച്ച് കൊടുക്കുക, നിരത്തിയെടുക്കുക. മൂടി വെച്ച് 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അടിക്കുക. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ,
അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അവർ കരച്ചിലായിരിക്കും, ബഹളമായിരിക്കും. അപ്പോൾ മക്കളോട് പറയാം, മക്കളെ ഞാൻ ഇപ്പോൾ ഒരു സൂത്രം ഉണ്ടാക്കി കൊടുന്നു തരാം എന്ന് പറയാം. ഓടി വരിക, ഇച്ചിരി തേങ്ങ ഇരണ്ടുക, മൈദ എടുക്കുക, കലക്കുക, ഇച്ചിരി പഞ്ചസാര തേങ്ങയ്ക്കകത്ത് ഇടുക, ഇച്ചിരി ജീരകം ഇടുക, കുഴച്ചിട്ട് മൈദ കലക്കി ചട്ടിക്കകത്ത് ഒഴിക്കുക, തിരിച്ചും മറിച്ചും ഇടുക, മടക്കിയെടുക്കുക, തേങ്ങ ഇട്ട് മടക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം. ഇതാ കട്ടൻ ചായയും ദോശയും 4 മണി പലഹാരം.